2016 മുതൽ ഈ IAS സർവീസിൽ നിന്ന് പുറത്തു പോകുന്നവരെ വീണ്ടും തിരിച്ച് ഓരോ സുപ്രധാന പോസ്റ്റുകളിൽ ഇരുത്തുന്നു. തസ്തികയുടെ പേര് മാറ്റി അതെ പ്രതിഷ്ഠിക്കുക. അതിൽ മിസ്റ്റർ കെ ജയകുമാറിന്റെ നിയമനം പരാമർശിച്ചിട്ടുള്ള പരാമർശമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ 2018 പുറത്തിറങ്ങിയ കെ എബ്രഹാം ഇപ്പോഴും കരുത്തനായി നിൽക്കുന്നു. അതും പറയുന്നു, സെക്രട്ടറി എന്നുള്ള സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ പോസ്റ്റിലെ നമുക്ക് ഈ ജഡ്ജ്മെന്റ് അനുസരിച്ച് വേറൊരു പേരിൽ നിയമിക്കാനായിട്ട് സാധിക്കില്ല. ഈ ജഡ്ജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അത്തരം എല്ലാ നിയമനങ്ങളും ചട്ടവിരുദ്ധമാണെന്നാണ്. അപ്പോൾ ഇത്തരമൊരു സംവിധാനം എന്തിനാണ് ഈ ഭരണകൂടം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ചുറ്റും നിർത്തുന്നത്? തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ചട്ടപ്രകാരം നിയമനത്തിന് അർഹതയില്ലാത്ത ഒരാളെ ആ പൊസിഷനിൽ വെക്കുന്നത് എപ്പോഴും അയാൾക്ക് കൊടുക്കുന്ന വ്യക്തിപരമായ അഡ്വാൻറ്റേജ് അല്ലേ? അതെ, വിരമിക്കേണ്ട പ്രായം 60. ഞാൻ പറയുന്ന ഈ കേഡറിന് പുറത്തുള്ള തസ്തികയിൽ വെക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു കമ്പനി KSEBയുടെ ചെയർമാനായിട്ട് ഒരാളെ വെക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പനി നിയമത്തിൽ ഇപ്പോൾ 65 70 മറ്റോ ആണ് അവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത്. വൈസ് ചാൻസലർമാർക്ക് 70 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ അവിടെ വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം നിയമം മൂലം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന IASന്റെ സർവീസ് ഉദ്യോഗസ്ഥരിക്കേണ്ട തസ്തികയിലേക്ക് വിരമിച്ച ആൾ വന്നു കഴിഞ്ഞാൽ ഇനി നാളെ ജില്ലാ കളക്ടർമാരും ചീഫ് സെക്രട്ടറിയൊക്കെ വിരമിച്ചവർ വന്നിരുന്നത് നടക്കുമോ? സർവീസ് ഈസ് ഓവർ. പോലീസ് സൂപ്രണ്ടുമാരായിട്ട് വിരമിച്ച പോലീസുകാർ അങ്ങനെ വന്ന് അത് സാധിക്കില്ലല്ലോ. ആ ലെവലിലോട്ട് പോയപ്പോഴാണ് ഈ വ്യവഹാരങ്ങൾ എമർജ് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ സർവീസ് പീരീഡിൽ ഉപകാരം സർക്കാരിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യുപകാരം ചെയ്യാനുള്ളൊരു അത് മാത്രമല്ല, അതിനകത്ത് എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാക്ട് റൂൾസ് ഇല്ല, ആപ്ലിക്കബിൾ അല്ല. സർവീസിലുള്ളപ്പോഴുള്ള പ്രോപ്പർട്ടി റിട്ടേൺ കൊടുക്കണ്ട, എന്ത് തരം ഇടപാടുകൾക്കും അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലൂടെ ഇത് ഒഴുകാൻ പറ്റും.